ഹിമാലയൻ മൗണ്ടെയ്ൻസിലൂടെ നമ്മൾ സഞ്ചരിച്ച് പോവുകയാണെങ്കിൽ, ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഹിമാലയൻ മൗണ്ടെയ്ൻസിന്റെ വെസ്റ്റേൺ റീജിയൻ ആയിട്ടുള്ള ജമ്മു കാശ്മീർ മുതൽ ഈസ്റ്റേൺ റീജിയനായിട്ടുള്ള അരുണാചൽ പ്രദേശ് വരെ നമ്മൾ ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് പോകുന്നതെങ്കിൽ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ, ഹിമാലയത്തിൽ ധാരാളം പീക്സുകളുണ്ട്, കൊടുമുടികൾ. ഇപ്പൊ മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് K2, കാഞ്ചൻജംഗ, നംഗ പർവ്വത്, നംജപർവ, നന്ദാദേവി, കാമറ്റ് പോലെയുള്ള, ധൗലഗിരിയൊക്കെ പോലെയുള്ള ധാരാളം പീക്സുകൾ ഹിമാലയൻ മൗണ്ട് റേഞ്ചസിലുണ്ട്. അപ്പൊ പീക്സ് കഴിഞ്ഞ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഹിമാലയത്തിൽ ഒരുപാട് ഗ്ലേസിയേഴ്സ് ഉണ്ട്. ഇപ്പം പ്രധാനപ്പെട്ട ഗ്ലേസിയേഴ്സ് ആയിട്ടുള്ള സിയാച്ചിൻ ഗ്ലേസിയർ, ഗംഗോത്രി ഗ്ലേസിയർ, ഭഗീരഥി ഗ്ലേസിയർ, മിലൻ ഗ്ലേസിയർ, ബൾട്ടോറോ, ബൈഫ് പോലെയുള്ള ധാരാളം ഗ്ലേസിയേഴ്സ് ഹിമാലയൻ മൗണ്ട് റേഞ്ചസിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഹിമാലയൻ മൗണ്ടൻസിൽ കാണാൻ പറ്റുന്ന ധാരാളം വാലീസ് ഉണ്ട്, താഴ്വരകളുണ്ട് ഹിമാലയൻ മൗണ്ട് റേഞ്ചസിൽ. ഇപ്പൊ യൂം ടാങ് വാലി, കാംഗ്ര വാലി, ധർമ്മ വാലി ഒക്കെ പോലെയുള്ള ധാരാളം താഴ്വരകൾ ഹിമാലയൻ മൗണ്ട് റേഞ്ചസിലുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ധാരാളം ലേക്സുകൾ ഹിമാലയൻ മൗണ്ടൻസിലുണ്ട്. ഇപ്പൊ ഊളർ ലേക്ക്, പോങ്സോ ലേക്ക്, ദാൽ ലേക്ക്, നൈനിറ്റാൽ, ഭീംടാൽ, ലോക്ടാക് ലേക്ക് പോലെയുള്ള ലേക്സുകൾ ഹിമാലയൻ മൗണ്ടൻസിൽ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് ഹിമാലയൻ മൗണ്ടൻസിൽ കാണാൻ പറ്റുന്ന ധാരാളം റേഞ്ചസുകളുണ്ട്. സബ് ആയിട്ടുള്ള റേഞ്ചസ് ഹിമാലയൻ മൗണ്ട് റേഞ്ചസിൽ നമുക്ക് കാണാൻ പറ്റും. അത് കാരക്കോറം റേഞ്ച്, സസ്ക റേഞ്ച്, ലഡാക്ക് റേഞ്ച്, കൈലാഷ് റേഞ്ച്, മഹാഭാരത് റേഞ്ച് പോലുള്ള റേഞ്ചുകൾ ഹിമാലയൻ മൗണ്ടൻസിൽ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് ഹിമാലയൻ മൗണ്ടൻസിൽ കാണാൻ പറ്റുന്ന ധാരാളം പാസസുകളുണ്ട്. പ്ലേസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസസുകളുണ്ട്. സഞ്ചാര യോഗ്യമായിട്ടുള്ള നാഷണൽ ഹൈവേസ് ആണ് കൂടുതലും ആ റീജിയനിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെയുള്ള പ്ലേസസ് നമുക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ, പാസസ് നമ്മൾ പറയുകയാണെങ്കിൽ നാദുല പാസ്, സോജില പാസ്, ബനിഹൽ പാസ്, ഷിക്കില പാസ്, അഗിൽ പാസ് പോലുള്ള പാസുകളും ഹിമാലയ മൗണ്ട് റേഞ്ചസിൽ നമുക്ക് അതിലൂടെ ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും.